ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉത്തരകാണ്ഡത്തിൽ അഭിഷിക്തനായ ശ്രീരാമചന്ദ്രനെ കാണാനെത്തിയ ഋഷീഗണങ്ങളോടുകൂടിയ അഗസ്ത്യ മഹർഷിയും ശ്രീരാമനും തമ്മിലുള്ള സംവാദ രൂപത്തിലാണ് കഥ അവതരിപ്പിക്കുന്നത്. പൗലസ്ത്യനായ രാവണൻ ഘോരതപസ് അനുഷ്ഠിച്ച് ബ്രഹ്മാവിനോട് വരം നേടിയതിനാൽ നിർഭയനായി 3 ലോകങ്ങളിലും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ദേവബ്രാഹ്മണരെയും ഋഷിമാരെയും ഘോരമായി ദ്രോഹിച്ചുകൊണ്ടിരുന്നു. ദേവന്മാരും ഋഷിമാരുമെല്ലാം ചേർന്ന് രാവണനെ വധിക്കാനുള്ള മാർഗം എന്താണെന്ന് ചിന്തിച്ചും കൊണ്ടിരുന്നു. വൈശ്രവണൻ സന്ദേശവുമായി ഒരു ദൂതനെ ആ ദശഗ്രീവന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. രാവണന്റെ ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ അറിഞ്ഞ് ധാർമ്മികനായ ധനേശ്വരൻ സഹോദര സ്നേഹം കൊണ്ടും രാവണന്റെ നന്മയോർത്തും ഒരു ദൂതനെ സന്ദേശവുമായി ലങ്കയിലേക്ക് പറഞ്ഞയച്ചു. എന്താ സന്ദേശം എന്ന് പറയാം? വംശത്തിന് അപകീർത്തി വരുത്തുന്ന അധർമ്മ സംസർഗത്തിൽ നിന്ന് നീ പിന്തിരിയണം. രാവണനോട് പറയാണ്. വൈശ്രവണൻ ജ്യേഷ്ഠനാണ് വൈശ്രവണൻ രാവണന്റെ. അപ്പോൾ ഉപദേശിക്കാമല്ലോ, നേരെ ആവാന്ന് വിചാരിച്ചാണ് പറയണേ, നല്ല ഉദ്ദേശത്തിലാണ് പറയുന്നത്. പക്ഷെ രാവണൻ അതൊന്നും അങ്ങനെ സ്വീകരിക്കില്ല, നന്നായിട്ട് എടുക്കില്ല ആ വാക്കിന്. നീ നിന്റെ പാപപ്രവൃത്തികൾ ഉപേക്ഷിക്കണം, ഋഷിഗണങ്ങളും ദേവന്മാരും നിന്നെ വധിക്കാനുള്ള വഴി നോക്കുകയാണ് എന്നെല്ലാം ആ കുബേരൻ ദൂതൻ മുഖാന്തരം രാവണനെ അറിയിച്ചു. സ്നേഹപൂർവം ഉള്ള ജ്യേഷ്ഠന്റെ ഉപദേശങ്ങൾ കേട്ട് രാവണന് പൊറുക്കാനായില്ല. എന്താണ്? താൻ വലിയ ധനവാനും ഗുണവാനുമാണെന്നും നീ അതികശ്മലനും ദുഷ്ടനുമാണെന്നുമുള്ള തോന്നല ആ ജ്യേഷ്ഠന്റെ വാക്ക് ആ തരത്തിലാണ് രാവണൻ എടുത്തത്. തന്നെ വലിയ കേമനാക്കിയിട്ടും രാവണനെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്ന് രാവണന് തോന്നി. ഓരോരുത്തർക്കും അവരവരുടെ സംസ്കാരത്തിനനുസരിച്ചാണല്ലോ ചിന്തിക്കുക. രാവണൻ അങ്ങനെയാണ് ചിന്തിച്ചത്. അത് പൊറുക്കാൻ സാധിച്ചില്ല. ജ്യേഷ്ഠന്റെ ഈ വാക്കിനെ രാവണൻ പൊറുക്കാനായില്ല, സഹിക്കാൻ സാധിച്ചില്ല, ക്ഷമിച്ചില്ല. ഇവൻ എനിക്ക് ഗുരുവാണ്, ജ്യേഷ്ഠനാണ്, വധ്യനല്ല എന്നെല്ലാം ഇതുവരെ വിചാരിച്ചു. ഇപ്പോഴവന്റെ പറച്ചിൽ കേട്ട് ഞാൻ ഇങ്ങനെ നിശ്ചയിച്ചു കഴിഞ്ഞു. ഞാൻ എൻ്റെ ബാഹുബലം കൊണ്ട് 3 ലോകങ്ങളെയും ജയിക്കും. ഇങ്ങനൊരു തീരുമാനമെടുത്ത് പുറപ്പെടാണ്. ഇക്ഷണം തന്നെ ഞാൻ ഇവൻ ഒരുത്തന്റെ പ്രവൃത്തിയാൽ 4 ലോകപാലകന്മാരെയും യമലോകത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്ന് രാവണൻ വെല്ലുവിളിച്ചു. വൈശ്രവണന്റെ ഒറ്റ കുറ്റം കൊണ്ട് മറ്റ് 3 ലോകപാലന്മാരെയും കൂടി കീഴടക്കാൻ വേണ്ടി പോവാണ്. ദേഷ്യത്തോടുകൂടിയുള്ള കോപത്തോടുകൂടിയുള്ള രാവണന്റെ വെല്ലുവിളിയായിരുന്നു അത്. തന്നെയല്ല, അതിനുശേഷം ലങ്കേശൻ ആ ദൂതനെ വെട്ടിക്കൊന്ന് രാക്ഷസന്മാർക്ക് തിന്നാൻ കൊടുത്തു. അത്ര വലിയ കോപമായിരുന്നു രാവണന്. ആദ്യം ജ്യേഷ്ഠനെ ജയിക്കണം, പിന്നീടാവാം ഇന്ദ്രാദി ദേവന്മാരെ എന്ന് രാവണൻ ചിന്തിച്ചു. അങ്ങനെ രാവണൻ ദശഗ്രീവനായ രാവണൻ ഭൃഗ്വാദി മഹർഷിമാർക്ക് ദാനങ്ങളെല്ലാം ചെയ്ത് ദേവതാ പ്രീതിയും വരുത്തി
നല്ല മുഹൂർത്തമൊക്കെ നോക്കി ദിഗ്വിജയത്തിന് പുറപ്പെട്ടു. കയറി കുബേരഭവനത്തിലേക്ക് പോയി. തതസ്തു സജീവൈ സാർദ്ധം ഷഡ്ഭിർനിത്യബലോദ്ധത മഹോദരപ്രഹസ്താഭ്യാം മാരീചശുകസാരണൈ ധൂമ്രാക്ഷേണ ച വീരേണ നിത്യം സമരഗൃത്നുനാ സമൃതപ്രിയയൗ ശ്രീമാൻ ക്രോധാലോകാൻ ദഹന്നിവ. മഹോദരൻ, പ്രഹസ്തൻ, മാരീചൻ, ശുകൻ, സാരണൻ, ധൂമ്രാക്ഷൻ എന്നീ വീര്യമത്തന്മാരായ 6 മന്ത്രിമാരോടൊപ്പം കോപം കൊണ്ട് ലോകങ്ങളെ ദഹിപ്പിക്കാനെന്ന പോലെ ആ രാവണൻ യുദ്ധത്തിന് പുറപ്പെട്ടു. കുബേരന്റെ അടുത്തേക്ക് പോയി. രാവണൻ അല്പനേരം കൊണ്ട് തന്നെ നഗരങ്ങളും നദികളും മലകളും വനങ്ങളും ഉപവനങ്ങളുമെല്ലാം പിന്നിട്ട് കൈലാസ പർവ്വതത്തിൽ എത്തിച്ചേർന്നു. ദുരാത്മാവായ ആ രാക്ഷസേശ്വരൻ പോരിനൊരുമ്പെട്ടു മന്ത്രിമാരോടൊത്ത് ആ മലയിൽ വന്നിരിക്കുന്നതറിഞ്ഞ് യക്ഷന്മാർ ആ രാക്ഷസന്റെ നേരെ നിൽക്കാൻ ശക്തരായില്ല. യക്ഷന്മാർക്ക് രാവണന്റെ നേരെ നിൽക്കാൻ ശക്തി ഉണ്ടായില്ല. രാജാവിനെ അറിയിക്കാൻ നല്ലത് വിവരം എന്ന് വിചാരിച്ചവർ രാജാവിന്റെ സഹോദരനാണെന്നറിഞ്ഞ് അവർ ധനാധിപന്റെ അടുത്ത് ചെന്ന് അനുജന്റെ ഉദ്ദേശമെല്ലാം അറിയിച്ചു. ത്രിലോകങ്ങളെ ജയിക്കാനായിട്ടുള്ള രാവണന്റെ വരവിനെ ആ യക്ഷന്മാര് കുബേരനെ അറിയിച്ചു. അദ്ദേഹം അനുവാദം നൽകിയപ്പോൾ അവർ ആ യക്ഷന്മാര് ഉത്സാഹപൂർവം രാവണനെ നേരിടാനായിട്ട് പോയി. അപ്പോൾ വൻകടൽ പോലെ ആ പട ഇളകിമറിഞ്ഞു. രാക്ഷസ രാജാവിന്റെ സേന പർവ്വതത്തെ ഇളക്കുമാറ് ഉയർന്നു. യക്ഷന്മാരും രാക്ഷസന്മാരും തമ്മിൽ അപ്പോൾ വലിയ യുദ്ധമുണ്ടായി. അതിൽ ആ രാക്ഷസന്റെ അമാത്യന്മാർ വ്യാകുലരായി. രാവണന്റെ മന്ത്രിമാരെല്ലാം വ്യാകുലരായി തീർന്നു. തന്റെ സൈന്യം അപ്രകാരമായത് കണ്ട് നിശാചരനായ ദശഗ്രീവൻ അനേകം അട്ടഹാസങ്ങൾ മുഴക്കിക്കൊണ്ട് കോപത്തോടെ പാഞ്ഞെടുത്തു. മന്ത്രിമാരെ സഹായിക്കാനായിട്ട് ദശഗ്രീവൻ തന്നെ യുദ്ധത്തിന് പുറപ്പെട്ടു ചെന്നു യക്ഷന്മാരോട്. രാക്ഷസേന്ദ്രന്റെ ഘോരപരാക്രമികളായ മന്ത്രിമാർ ഓരോരുത്തരും 1000 യക്ഷന്മാരോട് പൊരുതി അവരെ തോൽപ്പിച്ചു. 6 പേരുടെ കൂടെ 1000 പടകളാണ് പിന്നാലെയുള്ള അനുയായികളായിട്ട്. ആ രാക്ഷസന്മാരെ എല്ലാവരും യക്ഷന്മാരോട് പൊരുതി. അപ്പോൾ ഉലക്കകൾ, ഗദകൾ, ഖഡ്ഗങ്ങൾ, വേലുകൾ, ഏരുകുന്തങ്ങൾ എന്നിവ കൊണ്ട് പ്രഹരിച്ചുകൊണ്ട് ദശഗ്രീവൻ ആ സൈന്യത്തിനുള്ളിൽ പ്രവേശിച്ചു. വിവിധമായ ആയുധങ്ങളെല്ലാം പ്രയോഗിച്ചുകൊണ്ട് യക്ഷന്മാരെ കൊന്നുകൊണ്ട് ആ ദശഗ്രീവൻ സൈന്യത്തിനുള്ളിൽ കടന്നു ചെന്നു. മേഘങ്ങൾ മാറി ചൊരിയുന്നത് പോലെ വീർപ്പ് മുട്ടിക്കുമാറ് പ്രഹരിച്ചുകൊണ്ട് പോരിൽ ദശഗ്രീവനെ അവർ തടുത്തു നിർത്തി. രാവണനെ യക്ഷന്മാര് തടുത്തു നിർത്തി. ഗംഭീരമായിട്ട് അവർ രാവണനോട് എതിർത്ത് യുദ്ധം ചെയ്തു. മേഘങ്ങൾ മാറി ചൊരിയുന്നത് പോലെ വീർപ്പ് മുട്ടിക്കുമാറ് പ്രഹരിച്ചുകൊണ്ടാണ് യക്ഷന്മാര് രാവണനെ തടുത്തു നിർത്തിയത്. യക്ഷന്മാരുടെ ആയുധങ്ങളാൽ ശക്തിയോടെ പ്രഹരിക്കപ്പെട്ടിട്ടും രാവണൻ മേഘങ്ങൾ പേമാരിയേൽപ്പിച്ച മല പോലെ തെല്ലും കുലുങ്ങിയില്ല. മഴയത്ത് മലകൾക്കൊന്നും ഒരു വിളക്കമുണ്ടാവില്ലല്ലോ. അതുപോലെ ഈ രാവണനും ഈ അസ്ത്രങ്ങൾ ഏറ്റിട്ടൊന്നും ഒരു കൂസലും ഉണ്ടായില്ല, ബ്രഹ്മാവിന്റെ വരപ്രഭാവം കൊണ്ട്. അപ്പോൾ ആ ദുരാത്മാവായ രാവണൻ യമദണ്ഡ സദൃശമായ ഒരു ഗദയുമേന്തി യക്ഷന്മാരെ യമലോകത്തേക്ക് അയച്ചുകൊണ്ട്, അതായത് വധിച്ചുകൊണ്ട്, യക്ഷന്മാരെല്ലാം കൊന്നുകൊണ്ട് ആ പടയ്ക്കുള്ളിൽ പ്രവേശിച്ചു, സൈന്യത്തിനുള്ളിൽ കടന്നു ചെന്നു. ഉണങ്ങിയ പുൽപ്പരപ്പിനെയും വിറകിനെയും കാറ്റേറ്റ് കത്തിക്കാളുന്ന തീ എന്ന പോലെ അവൻ ആ യക്ഷസേനയെ ചുട്ടരിച്ചു. രാവണൻ നേരിട്ടപ്പോൾ യക്ഷന്മാരെല്ലാവരും കുറെ പേര് മരിച്ചു വീണു, കുറെ പേർക്ക് പരിക്കുകൾ പറ്റി. അങ്ങനെ ആ യക്ഷന്മാർ ആ രാവണനോട് എതിർത്ത് തോറ്റുപോയി. ആ സമയം മഹോദരൻ, ശുകൻ തുടങ്ങിയ മഹാമന്ത്രിമാർ കാറ്റ് കാർമേഘങ്ങളെ എന്ന പോലെ യക്ഷന്മാരെ മുക്കാലും
കുടിച്ചു. പകുതി മുക്കാലും യക്ഷന്മാരെ ഈ മഹോദരൻ തുടങ്ങിയവർ കൊന്നുകളഞ്ഞു. ചിലർ അടിയേറ്റ് ഉടഞ്ഞ അടക്കളത്തിൽ വീണുകിടന്നു. ചിലർ പോരിൽ കോപം കൊണ്ട് കൂർത്ത പല്ലുകളാൽ ചുണ്ടുകടിച്ചുകൊണ്ടിരുന്നു. തളർന്നു വീണ തമ്മിൽ തമ്മിൽ പുണർന്നും ആയുധങ്ങൾ പോർക്കളത്തിൽ വീണും നീരൊഴുക്കിൽ നദീതീരം എന്ന പോലെ യക്ഷന്മാർ തകർന്നുപോയി. നീരൊഴുക്കിൽ നദീതീരം ഉടഞ്ഞു പോകുന്ന പോലെ യക്ഷന്മാരെല്ലാവരും പോർക്കളത്തിൽ വീണു, തളർന്നു വീണു. പോരാടി മരിച്ചു മണ്ണിൽ നിന്ന് വിണ്ണിൽ ചെല്ലുന്നവർക്കും കണ്ടു നിൽക്കുന്ന ഋഷിഗണങ്ങൾക്കും നിൽക്കാൻ ആ വാനിൽ ഇടമില്ലാതായി. യുദ്ധത്തിൽ മരിച്ചു പോകുന്നവരെല്ലാവരും വീരസ്വർഗം പ്രാപിക്കുന്നാണല്ലോ പറയുന്നത്. അങ്ങനെ അനവധി യക്ഷന്മാരാണ് അവിടെ മരിച്ച് വിണ്ണിലേറിയത്. അവിടെ ആകാശത്തിലെ അവർക്കെല്ലാവർക്കും കണ്ടു നിൽക്കുന്ന ഋഷികളും ദേവന്മാരും ഒക്കെ ഈ യുദ്ധം അവിടെ സ്ഥലമില്ലാതെയായി എന്നാ പറയുന്നത്. അത്ര അനവധി യക്ഷന്മാർ അവിടെ വധിക്കപ്പെട്ടു. രാമ, തത്സമയം സംയോധകണ്ഠകൻ എന്നു പേരായ ഒരു യക്ഷൻ വൻ സൈന്യങ്ങളോടും വാഹനങ്ങളോടും ഒപ്പം ആ കുബേരൻ അയക്കപ്പെട്ട് അവിടെ വന്നെത്തി. സംയോധകണ്ഠകൻ എന്ന ഒരു യക്ഷൻ സൈന്യങ്ങളോടുകൂടി അവിടെ എത്തിച്ചേർന്നു. വിഷ്ണുവിനെ പോലെ അവൻ അയച്ച ചക്രമേറ്റ് മാരീചൻ പോരിൽ പുണ്യം ക്ഷയിച്ച ഗ്രഹത്തെ പോലെ പർവ്വതത്തിൽ നിന്ന് താഴെ വീണു. മാരീചൻ എന്ന രാക്ഷസൻ തളർന്നു വീണുവെങ്കിലും പെട്ടെന്ന് ബോധം തെളിഞ്ഞവൻ എഴുന്നേറ്റ് തെല്ലുനേരം കൊണ്ട് തളർച്ച തീർന്ന ആ നിശാചരൻ ആ യക്ഷനോട് പൊരുതി. അങ്ങനെ ആ യക്ഷനും തോറ്റോടിപ്പോയി. പിന്നീട് കനകാലങ്കൃതവും വൈഡൂര്യപ്രഭയാർന്നതുമായ ഗോപുരവാതിലിനകത്ത് കാവൽക്കാരുടെ അതിർത്തി വരെ ആ സൈന്യം കടന്നു കയറി. രാവണന്റെ സൈന്യം കാവൽക്കാരുടെ അടുത്ത് വരെ എത്തിച്ചേർന്നു, അതിർത്തി വരെ വന്നു. തം തുരാജൻ ദശഗ്രീവം പ്രവിശന്തം നിശാചരം സൂര്യഭാനുരിതിഖ്യാതോ ദ്വാരപാലോ നിവാരയത് യഥാതു വാരിദോ രാമ ന വ്യതിഷ്ഠത് സരാക്ഷസ. രാജൻ ശ്രീരാമനെ സംബോധന ചെയ്യാണ്. അഗസ്ത്യ മഹർഷിയാണ് ശ്രീരാമനോട് ഈ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് ഇടയ്ക്ക് ആ സംബോധനകൾ വരുന്നത്. രാമ, രാജൻ എന്നൊക്കെ പറയുന്നത് സംബോധന ചെയ്തുകൊണ്ട് അഗസ്ത്യ മഹർഷി പറയുന്നു, അകത്ത് കടക്കുന്ന രാക്ഷസനായ ദശഗ്രീവനെ സൂര്യഭാനുവെന്നു പേരായ ഒരു ദ്വാരപാലകൻ തടഞ്ഞു. അവൻ വിലക്കിയിട്ടും ആ രാക്ഷസൻ അതൊന്നും കൂട്ടാക്കിയില്ല, അകത്തേക്ക് പ്രവേശിച്ചു. തോരണം പറിച്ചെടുത്ത് ആ യക്ഷൻ ആഞ്ഞടിച്ചപ്പോൾ അവൻ ധാതുജലം തൂകുന്ന മല പോലെ ചോര ഒലിപ്പിച്ചു നിന്നു. ശോഭിച്ചു എന്നാ പറയണ. രാവണൻ ആ അടി കൊണ്ട് ധാതുജലം തൂകുന്ന ഒരു മല പോലെ ശോഭിച്ചു. രാവണന് അടി കൊണ്ടൊന്നും ഒരു കൂസലും ഉണ്ടായില്ല. ശൈലശിഖരം പോലെയുള്ള തോരണം കൊണ്ടുള്ള അടിയേറ്റിട്ടും ആ വീരന് സ്വയംഭുവിന്റെ വരപ്രസാദത്താൽ ഒരു ക്ഷതവുമേറ്റില്ല. ബ്രഹ്മാവിന്റെ വരപ്രസാദത്താൽ രാവണന് ഒരു ബുദ്ധിമുട്ടും ഒരു മുറിവും ഉണ്ടായില്ല, ഒരു വേദനയുമില്ല. അങ്ങനെയുള്ള വരങ്ങളൊക്കെയാണ് രാവണൻ ബ്രഹ്മാവിനോട് വാങ്ങിയത്. ആ തോരണം കൊണ്ട് തന്നെ, യക്ഷനടിച്ച ആ തോരണം കൊണ്ട് തന്നെ രാവണൻ ആ യക്ഷനെ തല്ലേറ്റ് ദേഹം വെണ്ണീരായി പോയ യക്ഷനെ അവിടെ കാണാനില്ലാതായി. യക്ഷന്റെ പൊടി പോലും അവിടെ ഇല്ലാണ്ടായി. സൂര്യഭാനു എന്ന ആ യക്ഷൻ അവിടെ തകർന്നുപോയി. രാക്ഷസന്റെ പരാക്രമം കണ്ട് പേടിച്ചരണ്ട് പാഞ്ഞുപോയ ആ യക്ഷന്മാരെല്ലാവരും പുഴകളിലും ഗുഹകളിലുമൊക്കെ പോയി ഒളിച്ചു. ബാക്കിയുള്ള യക്ഷന്മാരെല്ലാവരും നദികളിലും ഗുഹകളിലും പോയി ഒളിച്ചു. ആയിരക്കണക്കിന് യക്ഷന്മാർ ഭയപ്പെട്ടത് കണ്ടപ്പോൾ കുബേരൻ തന്നെ നേരിട്ട് സ്വയം ഒരുങ്ങി രാവണനോട് യുദ്ധത്തിന് പുറപ്പെട്ടു. ആ യക്ഷന്മാരോട് യുദ്ധത്തിന് പോകുന്നു കുബേരൻ. കുറെ നേരം അവർ തമ്മിൽ ഗംഭീര പോരാട്ടം നടന്നു. രാവണനും ആ കുബേരൻ തമ്മിൽ. രണ്ടുപേരും
ഒട്ടും മോശക്കാരല്ല. ഗംഭീരമായിട്ട് പോരാട്ടം നടന്നു അവിടെ. ദേവന്മാരെല്ലാവരും അവരെ വാഴ്ത്തി സ്തുതിച്ചു. എങ്കിലും ഒടുവിൽ അവസാനം രാക്ഷസന്റെ മായാപ്രയാഗം കൊണ്ട് കുബേരൻ അവിടെ തളർന്നു വീണു. ആ സമയത്ത് കുബേരന്റെ പുഷ്പകമെന്ന വിമാനമെല്ലാം തട്ടിയെടുത്തുകൊണ്ട് രാവണൻ ലങ്കയിലേക്ക് പോകുന്ന ഭാഗമൊക്കെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. പുഷ്പകഗ്രഹണം എന്ന അധ്യായം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.